ജീവിതത്തിലെ പൊട്ടലും ചീറ്റലും. 1 പത്രോസ് 5:1-11 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മെ തന്നെയും നമുക്ക് നേരിടേണ്ടി വരുന്ന പരിതസ്ഥിതികളെയും സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഇരിക്കുക എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ദൈനംദിന ജീവിതത്തിൽ സങ്കീർണമായ നിരവധി കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ടാവും. ബിസിനസ്സിലും ഓഫീസ് കാര്യങ്ങളിലും സുപ്രധാനങ്ങളായ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ കുന്നുകൂടി നമ്മുടെ മുമ്പിൽ കിടന്നെന്ന് വരാം. നമ്മുടെ ആത്മാഭിമാനത്തെ ക്ഷമപ്പെടുത്തുന്ന വിമർശനങ്ങളുടെ കൂരമ്പുകളെയും നേരിടുന്നതായി വന്നേക്കാം. ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ട മനസ്സോടുകൂടി വീട്ടിൽ ചെല്ലുമ്പോൾ പരിഭവങ്ങളുടെയും പരാതികളുടെയും കട്ടഴിച്ച് നിരത്തുകയായിരിക്കും ഭാര്യ. ഒരു പൊട്ടിത്തെറിക്കലിന് പിന്നീട് കാലതാമസം ഉണ്ടാകുകയില്ല. അമിട്ട് പൊട്ടുന്ന പോലെ പലരുടെയും വികാരങ്ങൾ പൊട്ടുകയും ചീറ്റുകയും ചെയ്യും. കാരണങ്ങൾ പലപ്പോഴും പ്രത്യക്ഷമായിരിക്കും. പക്ഷേ മിക്കവരുടെയും ഗാർഹിക ജീവിതത്തിൽ പ്രത്യക്ഷമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള ചീറ്റലും പൊട്ടലും ഉണ്ടാകാറുണ്ട്. തൻ്റെ വ്യാപാര സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിമിത്തം അസ്വസ്ഥചിത്തനായി കഴിഞ്ഞിരുന്ന ഒരാളിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിനും ശരീരത്തിനും സുഖമില്ലാതായി തീർന്നു. ഒടുവിൽ ഒരു ഡോക്ടറെ സമീപിച്ചു. അത്യന്തം തിരക്കോടുകൂടി ഡോക്ടറുടെ സ്വീകരണ മുറിയിലേക്ക് അദ്ദേഹം കയറി ചെന്നു. ഒരു കണ്ണ് തൻ്റെ വാച്ചിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കോളിംഗ് ബെൽ അടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ വന്നില്ല. അയാൾ തികച്ചും അക്ഷമനായി. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. അടുത്ത് കിടന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിക്കുവാൻ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ ഇരിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. വീണ്ടും ഇരിക്കുവാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം ഇരുന്നു. എന്താണ് നിങ്ങൾക്ക് അസുഖം? ഡോക്ടർ ചോദിച്ചു. എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചിരിക്കുന്നു, അദ്ദേഹം പ്രതിവദിച്ചു. ഡോക്ടർ അദ്ദേഹത്തെ സശ്രദ്ധം പരിശോധിച്ച്, നിങ്ങളുടെ ശരീരത്തിന് എന്തോ അസുഖമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, എൻ്റെ ആരോഗ്യം മുഴുവൻ തകർന്നിരിക്കുന്നു, ആ ബിസിനസ്സുകാരൻ വീണ്ടും പറഞ്ഞു. അതെ, ശരിയാണ്. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം. അത് കഴിച്ച ശേഷം വന്ന് വിവരം പറയണം. ഡോക്ടർ ഒരു തുണ്ട് കടലാസിൽ എന്തോ എഴുതി. പക്ഷേ ഡോക്ടർ എഴുതുന്നത് ആര് വായിക്കാൻ? മരുന്ന് എന്തെങ്കിലും ആകട്ടെ. ആ കടലാസ് മടക്കി പോക്കറ്റിട്ടുകൊണ്ട് അദ്ദേഹം മരുന്ന് ഷാപ്പിലേക്ക് പോയി. ആ കുറിപ്പ് ഔഷധ വ്യാപാരിയുടെ കയ്യിൽ കൊടുത്തു. അയാളത് വാങ്ങി വായിച്ച ശേഷം ഒരു മന്ദസ്മിതത്തോടുകൂടി തിരിച്ചു കൊടുത്തു. ഈ മരുന്ന് ഇവിടെ സ്റ്റോക്കില്ല എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം ആ കടലാസിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്? റോമർ 12:2 എടുത്തു നോക്കുക. അദ്ദേഹം വീട്ടിൽ പോയി ബൈബിൾ എടുത്തു. ആ വാക്യം കണ്ടുപിടിച്ചു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന്. അദ്ദേഹം വീണ്ടും ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിന് ആ മരുന്ന് ഫലിക്കുകയും ചെയ്തു. ശരീരത്തിലുണ്ടാകുന്ന മിക്ക രോഗങ്ങളുടെയും മൂലകാരണം ആത്മാവിനെ ബാധിക്കുന്ന രോഗമായിരിക്കും. ആത്മാവിൻ്റെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. മനസ്സിൻ്റെ അസ്വാസ്ഥ്യം ശരീരത്തെയും. മനസ്സ് നിയന്ത്രണാധീനമല്ലെങ്കിൽ നമുക്ക് ജീവിതത്തെ സമചിത്തതയോടുകൂടി ശാന്തതയോടുകൂടി നേരിടുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് നമ്മുടെ മനസ്സ് സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമുക്ക് നേരിടുവാനുള്ള പ്രശ്നങ്ങളെ വികാരങ്ങൾക്ക് അടിപ്പെടാതെ നേരിടുവാൻ കഴിയുന്നതല്ല. ഓർക്കണമേ, കോപത്തിന് ഇരയാകുന്നവന് ശരിയും തെറ്റും തിരിച്ചറിയാനാവില്ല. സദൃശവാക്യം 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.